ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഒരു ഹെയർ ആക്സസറീസ് ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു ലീഫിൻ്റെ ഷേപ്പുള്ളൊരു ടെംപ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പ് എടുക്കാം കേട്ടോ. ആക്ച്വലി ഞാൻ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ചെയ്യാനാണ് വിചാരിച്ചത്, പക്ഷേ ടെംപ്ലേറ്റ് എടുത്തപ്പോൾ മാറിപ്പോയി. ഇനിയിപ്പോൾ അത് മാറ്റേണ്ട, ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എത്ര ഇതളുകളാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ നല്ല ഒരു കോമ്പസും കൊണ്ട് ടെംപ്ലേറ്റ്സ് ഗിൽട്ടർ ഫോം ഷീറ്റിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ എന്താ പറയുക, കേടൊന്നു മുറിഞ്ഞു പോവും. അപ്പോൾ കുറച്ച് പ്രസ് ചെയ്തിട്ടൊന്ന് വരയ്ക്കുക. പെൻസിലും പേനും യൂസ് ചെയ്യാത്തായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മളിതെല്ലാം വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇന്ന് കോമ്പിലേക്കാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ കുറേ ആയില്ലേ കോമ്പിൽ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കോമ്പിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ടോ ഈ 8000 എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഒരേതൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അറ്റത്തും ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി എൻ്റെ മനസ്സിൽ നല്ലൊരു മോഡലായിരുന്നു, പക്ഷെ അത് ചെയ്ത് വന്നപ്പോൾ കറക്റ്റായോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ രണ്ടറ്റത്തും ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി രണ്ടെണ്ണം, ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു, ഇനി രണ്ട് ഇതളുകൾ ഒന്ന് ഈ വശത്തേക്കും ഒന്ന് ഇപ്പുറത്തെ വശത്തേക്കും ആയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്ന കാരണമാണ് ഞാൻ ഇത് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ വല്ല ഫോം ഷീറ്റോ ഇല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ വെച്ച് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗിൽട്ടർ ഫോം ഷീറ്റിൻ്റെ പകരം മിക്സഡ് ആയിട്ട്, അതായത് പ്ലെയിൻ കളർ ഫോം ഷീറ്റും അതുപോലെ തന്നെ ഗിൽട്ടർ ഫോം ഷീറ്റും വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും. വേറെ കളർ കോമ്പിനേഷനിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നിച്ച് പിന്നെ രണ്ടെണ്ണം ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചു കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഒരു പൂ പോലെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മോഡല് സെൻറ്ററിലൊരു ഫ്ലവർ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വരാനാണ് നോക്കിയത്. പക്ഷേ ആ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഐ തിങ്ക് നമുക്ക് എതളുകൾ കുറച്ചുകൂടെ വേണമായിരുന്നു തോന്നുന്നു എന്തോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി 5 എതളുകൾ നമ്മളിങ്ങനെ സെൻറ്ററിൽ പൂവിൻ്റെ ആ ഒരു രൂപത്തിൽ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ 3 വന്നു, പിന്നെ ഒട്ടിച്ചപ്പോൾ ആ ഒരു പൂവിൻ്റെ ഷേപ്പ് വന്നില്ല. ഐ തിങ്ക് ഒരു എതളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പ് വന്നതിനെ തോന്നുന്നു കേട്ടോ. ശരി, വാട്ടെവർ, എന്തായാലും നമുക്ക് മിസ്റ്റേക്ക് പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ ഒരു പൂവിൻ്റെ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, വന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ പൂവിൻ്റെ ഷേപ്പാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു താമരയുടെ ഒക്കെ ഒരു രൂപമുണ്ട് സെൻറ്റർ കാണുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 8000 ആണെങ്കിൽ നല്ല ബെറ്ററാണ്. ചിലപ്പോൾ ഗ്ലൂ ഗണ്ണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നിന്ന് ഇളകി വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 8000 യൂസ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ പോളൻ എടുത്തിട്ടുണ്ട്. പോളൻ എടുത്തിട്ട് അവിടെ ഇവിടേക്കായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം പോളൻ എടുത്തിട്ട് ലീഫിൻ്റെ ആ ഒരു തണ്ടിൻ്റെ അവിടെ നമ്മളിങ്ങനെ ഗ്ലൂ ഗണ്ണ് കുറച്ച് അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ഇലയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലാണ് നമ്മൾ താഴ്വശം കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പോളൻസ് ആയിട്ട് ഇളകി വരാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ പോളൻസ് ആയിട്ട് ഇളകി വരും കട്ട് ചെയ്ത് പോകുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ആ ലീഫിൻ്റെ അവിടെ ഒട്ടിക്കുക. അതിനുശേഷം തണ്ടിൻ്റെ അവിടെ വന്നിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പോളൻസ് ഒന്നും ഇളകി വരില്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 പോളൻസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും പോളൻസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പോളൻസിലൊക്കെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് പോണത്. ഗോൾഡൻ കളർ പോളൻ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് മാച്ചായിട്ട് ആ ഒരു നിങ്ങൾ ചെയ്ത മോഡലിന് ഏത് കളറാണോ മാച്ചായിട്ട് തോന്നുന്നു ആ രീതിയിൽ നിങ്ങൾക്ക് പോളൻസ് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് 90% ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് വീണ്ടും വീഡിയോയുടെ ഒരു പ്രചോദനം ആവുള്ളൂ, നമ്മുടെ ചാനലും റീച്ച് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ അത് സെൻറ്ററിൽ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോൺ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് എന്തായാലും കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മളത് ഒട്ടിച്ചല്ലോ. അപ്പോൾ ഈ സ്റ്റോൺ ഒട്ടിക്കുന്ന സമയത്ത് ഈ 8000 ഗം അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിലും നന്നായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മളിത് ഈ ഒരു ഗ്യാപ്പിലൊക്കെയാണ് നമ്മുടെ പോളൻസ് വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ഐ തിങ്ക് നമുക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ യൂസ്
യൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു പ്ലെയിൻ ആയിട്ടാണ് കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നതെന്ന് തോന്നുന്നു. ആ ഒരു സ്റ്റോണും കൂടെ വെച്ചപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു പോളം വെച്ചപ്പോൾ കുളമായോ ഇല്ലെന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാപ്പ് കാണുന്ന ആ ഒരു സ്പേസിൻ്റെ അവിടെയൊക്കെ ഞാൻ നമ്മുടെ പോളൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിവേയുടെ കാര്യം ആരും മറക്കരുത്. ഡിസംബർ 25 അല്ലെങ്കിൽ 25-ന് ശേഷമുള്ള ഒരു ദിവസം നമ്മുടെ ഗിവേയുടെ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മെറ്റീരിയൽസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും ഞാൻ ഗിവേയിൽ വിന്നറിന് കൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും അത് ആദ്യം വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ വിന്നറിനെ അനൗൺസ് ചെയ്തതിന് ശേഷം ഞാൻ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ പിന്നെ വന്ന് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, 4 പോളം ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും യൂസ് ചെയ്യും. ഇപ്പോൾ എത്ര മോഡലായി? 2 മോഡലായില്ലേ. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഒരു സൈഡ് ഫുള്ള് പോളൻ കൊണ്ട് കവർ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് വന്നിട്ട് ഫുള്ള് ഫോം ഷീറ്റിൻ്റെ ഈ ഒരു എതളുകൾ വെച്ചിട്ട് കവർ ചെയ്യുക. അതും ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് യൂണീക്ക് ആയിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു മോഡൽ നമുക്ക് എന്തെങ്കിലും പിന്നെ ഒരിക്കൽ ചെയ്ത് നോക്കാം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ മോഡൽ എന്തായാലും ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വേറൊരു മോഡലാണ് ചെയ്തു വന്നപ്പോൾ അത് വേറെ ആയിപ്പോയി. വാട്ടെവർ, നന്നായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ വെക്കാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ഫോം ഷീറ്റ് ഞങ്ങൾ അയൺ ബോക്സിൽ വെച്ചിട്ടൊന്ന് ഇതിലൊന്ന് ഷേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളെന്തായാലും ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റും പോളനും ചെറിയൊരു സ്റ്റോണും ഒക്കെ വെച്ച് ചെയ്ത ഈ ഒരു കുഞ്ഞ് ഹെയർ കോമ്പ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ വില കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കുഞ്ഞു ഹെയർ ക്ലിപ്പാണിത്, അല്ലെങ്കിൽ ഒരു ഹെയർ ആക്സസറീസ് ആണിത്. ഫോം ഷീറ്റും പോളനും എല്ലാം വെച്ചിട്ട് ചെയ്യുക. നമുക്കൊരു 45 രൂപ, 50 രൂപ അല്ലെങ്കിൽ ഒരു 70 രൂപയുടെ ഉള്ളിൽ വരെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ വാങ്ങിച്ച ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ വിലയും അനുസരിച്ച് നിങ്ങൾക്ക് വിലയിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 70 രൂപയുടെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 45 to 70 എന്തായാലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവരിലേക്ക് എൻ്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണണം കേട്ടോ. അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ ഞാൻ പറയുന്നത്, വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഫോം ഷീറ്റും പിന്നെ നമ്മുടെ സ്റ്റോണും ഈ പോളൻസൊക്കെ വന്നപ്പോൾ നമ്മുടെ ക്ലിപ്പ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ മഴയാണെന്ന് അറിഞ്ഞു, ഇവിടെയും മഴ തന്നെയാണ്, തമിഴ്നാടും. എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. ദയവ് ചെയ്ത് വെള്ളം കയറുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാറി താമസിക്കുക. വീടും ഭൂമിയും കെട്ടിപ്പിടിച്ച് ഇരിക്കരുത്. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ മഴവെള്ളം കയറുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും മാറി താമസിക്കുക കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ. സീ യു. നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാവേ.